മറ്റൊരു വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ ചോദ്യം ചെയ്യുകയാണ്. പ്രത്യേക അന്വേഷണ സംഘമാണ് ചോദ്യം ചെയ്യുന്നത്. ഡാൻ കുര്യനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാൻ, പലതവണ ചോദ്യം ചെയ്യലിന് ഹാജരായേക്കുമെന്ന തരത്തിൽ സൂചനകളുണ്ടായിരുന്നു. ഇടയ്ക്ക് തനിക്ക് അങ്ങനെ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്ന് പത്മകുമാർ പ്രതിരോധം തീർത്തിരുന്നു. ഇപ്പോഴിതാ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് പത്മകുമാർ എത്തിയിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? ശബരിമല സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് അതിന്റെ അന്വേഷണം എത്തുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. മൂന്നാമത്തെ ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നതിന് മുമ്പാണ് ഇത്തരം ഒരു നീക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. SP ശശിധരന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പത്മകുമാർ ഉൾപ്പെട്ട ഭരണസമിതിയെ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്ത ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത FIRകളിൽ രണ്ടാമത്തെ FIRൽ കൃത്യമായി ഈ ഭരണസമിതിക്ക് ഇതുമായി ബന്ധപ്പെട്ട അറിവുണ്ടായിരുന്നു, ബോധപൂർവമായ വീഴ്ചയാണ് വരുത്തിയിരിക്കുന്നത് എന്നതടക്കമുള്ള കണ്ടെത്തലുകൾ അവിടെ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. N വാസു, മുൻ ദേവസ്വം കമ്മീഷണർ ആയിരുന്ന N വാസു ഈ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കസ്റ്റഡി അപേക്ഷയിൽ കൃത്യമായി തന്നെ പ്രത്യേക അന്വേഷണ സംഘം പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും പത്മകുമാറിലേക്ക് അന്വേഷണ സംഘം എന്തുകൊണ്ട് എത്തുന്നില്ല എന്ന ചോദ്യം വലിയ വിമർശനങ്ങൾക്കൊക്കെ വഴിവെച്ചിരുന്നു. അതേസമയം പത്മകുമാറിനെ കഴിഞ്ഞ തിങ്കളാഴ്ച ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ തനിക്ക് വ്യക്തിപരമായി അസൗകര്യമുള്ളതിനാൽ ഒരു ബന്ധുവിന്റെ മരണം സംഭവിച്ചാൽ സാവകാശം നൽകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അതിനുശേഷം ഏതാനും ദിവസത്തെ സാവകാശമാണ് പത്മകുമാറിന് നൽകിയത്. പക്ഷേ അപ്പോഴും കൃത്യമായി സാവകാശം കഴിഞ്ഞതിന് ശേഷവും ചോദ്യം ചെയ്യേണ്ട പത്മകുമാർ ഹാജരായില്ല. അതിനുശേഷം വീണ്ടും പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് നൽകി. ആ നോട്ടീസ് നൽകിയതിനൊടുവിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ഇൻഡിക്കലിലുള്ള ഓഫീസിൽ അന്വേഷണ സംഘത്തിന് മുമ്പാകെ പത്മകുമാർ എത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് വിവരം. അറിയാനുള്ള ഒരു കാര്യം മാത്രമാണ്, ഈ വിശദമായ ചോദ്യം ചെയ്യുന്ന ശേഷം വിട്ടയക്കുമോ അതോ കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നതിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടികൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ? ഈ കാര്യത്തിൽ മാത്രമാണ് ഒരു അവ്യക്തത ബാക്കിയാകും. നേരത്തെ നമുക്കറിയാമല്ലോ, N വാസുവിനെ അടക്കം ചോദ്യം ചെയ്തതിൽ നിന്നാണ് പത്മകുമാറിലേക്ക് അടക്കം എത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, കോടതിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ചില നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ദേവസ്വം ബോർഡിന് ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. കാരണം ദേവസ്വം ബോർഡിന്റെ അറിവോടുകൂടിയോ അല്ലെങ്കിൽ അനുവാദത്തോടു കൂടി തന്നെയോ ആണ് സ്വർണ്ണക്കൊള്ള നടന്നിട്ടുള്ളത്. അവർ പ്രാഥമികമായി ഇതിൽ ഉത്തരവാദിത്തമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഈ ദേവസ്വം ബോർഡിന്റെ പ്രധാനപ്പെട്ട ആളുകൾ N വാസു അടക്കമുള്ളവർ അറസ്റ്റിലായ പശ്ചാത്തലത്തിൽ പത്മകുമാറിന്റെ അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തുവാനുള്ള വലിയ സാധ്യതയല്ലേ മുന്നിലുള്ളത്? ഡാൻ, സ്വാഭാവികമായി പാർട്ട് ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ ആണ് അറസ്റ്റ്. അതുകൊണ്ട് അത് ഒരു അന്വേഷണത്തിന്റെ അവസാനമല്ല, ഈ പ്രക്രിയക്കിടയിൽ നടക്കുന്ന ഒരു കാര്യം മാത്രമെന്നാണ് അന്വേഷണ സംഘം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന കടുത്ത നടപടികൾ ഉണ്ടാകുമോ അതോ വാസുവിനെ ആദ്യം ചോദ്യം ചെയ്ത് വിട്ടയച്ചതുപോലെ പ്രാഥമികമായ ചോദ്യം ചെയ്തതിനു ശേഷം പത്മകുമാറിനെ വിട്ടയച്ച് പിന്നീട് ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുന്ന ഒരു നടപടിയായിരിക്കുമോ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നാണ് അറിയാനുള്ളത്. മാത്രവുമല്ല, കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടില്ല. ആ കസ്റ്റഡി അപേക്ഷ നൽകാൻ വൈകുന്നതിന്റെ കാര്യം പരമാവധി തെളിവുകൾ ശേഖരിച്ചതിനു ശേഷം മാത്രം കസ്റ്റഡി അപേക്ഷ നൽകിയാൽ മതി. അതിനുശേഷം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കം, മറ്റ് പ്രതികൾക്കൊപ്പം വാസുവിനെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള ശ്രമം എന്നീ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കും. അതോടൊപ്പം എടുത്തു പറയേണ്ടുന്ന കാര്യം, പത്മകുമാറുമായി ബന്ധപ്പെട്ട് ഉള്ള അതേ ഉത്തരവാദിത്വം തന്നെയാണോ കഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ കാര്യത്തിലും എന്ന കാര്യത്തിലടക്കം ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതായത് കഴിഞ്ഞ ബോർഡ് ഭരണസമിതിക്കും ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല എന്ന ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ നിരീക്ഷണം വളരെ ഗൗരവത്തോടെ വേണം കാണാൻ. കാരണം ഈ കേസിന്റെ അന്വേഷണത്തിന് ആകെ നൽകിയ സമയപരിധി 6 ആഴ്ചയാണ്. അതിലേതാണ്ട് 30 ദിവസം പിന്നിടാൻ പോകുന്ന സാഹചര്യം. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ തുടർ നീക്കങ്ങൾ നിർണായകമാകും. അടുത്ത ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുമ്പോൾ കൃത്യമായി ഈ പത്മകുമാർ വിശദമായി പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൂടി അവർക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ആ കണ്ടെത്തുന്ന തെളിവുകളടക്കമാണ് മുദ്രവെച്ച കവറിൽ കോടതിയിൽ ഹാജരാക്കേണ്ടത്. അതുകൊണ്ട് നിർണായകമായൊരു നീക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും നിർണായകമായ നീക്കങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ പത്മകുമാറിനെ ചോദ്യം ചെയ്യുകയാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ്. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലാണ് ഇപ്പോൾ പത്മകുമാർ ഉള്ളത്. നിരവധിയായ സംശയങ്ങളാണല്ലോ ഡാൻ ഉള്ളത്. പ്രത്യേകിച്ച് എങ്ങനെയാണ് ഇത്രമേൽ പ്രധാനപ്പെട്ട ഈ സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് അഴിച്ചു മാറ്റി കൊണ്ടുപോയി അതിൽ
അതിൻ്റെ ശോഭ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകാൻ അനുമതി നൽകിയത്. ആ അനുമതി നൽകിയപ്പോൾ തന്നെ അതിൽ ചെമ്പ് പാളികൾ ആണ് എന്ന് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ വളരെ കൃത്യമായി ഈ സ്വർണം കടത്തുന്നതിന് ഒത്താശ ചെയ്തു ദേവസ്വം ബോർഡ് എന്ന നിരീക്ഷണത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ ഈ കാലയളവിൽ പദവിയിലിരുന്ന അത് എൻ വാസു ആകട്ടെ പത്മകുമാർ ആകട്ടെ ഇവരുടെ കാലഘട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു വലിയ സ്വർണ്ണക്കൊള്ള നടന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്ന് കോടതി കൂടി നിരീക്ഷിക്കുന്ന പശ്ചാത്തലത്തിൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായേക്കാവുന്ന വിവരങ്ങൾ അതിപ്പോൾ ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായും സഹകരിക്കണമെന്നില്ല. എൻ വാസു തന്നെ തുടക്കത്തിലൊക്കെ താനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതാണ്. പക്ഷെ പിന്നീട് SIT ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ തനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന സാഹചര്യമുണ്ടായ പശ്ചാത്തലമൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഈ SITയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ എത്രത്തോളം പ്രതിരോധം തീർക്കുക എന്നത് പത്മകുമാറിനും സാധ്യമാകും. പത്മകുമാർ അന്വേഷണത്തോട് സഹകരിക്കുന്നുവെങ്കിൽ അത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാകുന്ന വിവരശേഖരണമായി മാറില്ലിടാൻ